ഇപ്പൊ ഇതിന്റെ മുന്നേ പറഞ്ഞു പൗരത്വ ബില്ല്, അന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിന് അനുവദിക്കൂല. ഇപ്പൊ SIR വന്നെന്താണ്? SIR വന്നു. SIR-നെതിരെ ഞങ്ങൾ സ്വീകരിച്ച നിലപാടിനെ കുറിച്ച് ആർക്കും സംശയമില്ല. പരസ്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ രഹസ്യമായി SIR-ഉം LDF ഗവൺമെന്റ് കൊണ്ടുവന്നാണെന്ന് പ്രചരിപ്പിക്കുകയല്ലേ, പാവപ്പെട്ടവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയല്ലേ. 10 കൊല്ലം പിണറായി ഭരിച്ചു, കേരളം ഭരിച്ചു, 10 കൊല്ലം നരേന്ദ്രമോദി ഭരിച്ചു. ഈ 2 ഭരണത്തിലും നമ്മൾ ഇന്നുവരെ കാണാതെ പലതും കാണാൻ തുടങ്ങി. മറ്റൊരു പ്രചരണവും ആരംഭിച്ചു. അത് കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്, നരേന്ദ്രമോദിയുടെ അതേ രീതിയിലാണ് പിണറായി വിജയൻ ഇവിടെ കാര്യങ്ങൾ നടത്തുന്നത്, അദ്ദേഹത്തിൻ്റെയൊക്കെ രീതികൾ മാറിപ്പോയി എന്ന പ്രചരണവും നല്ല രീതിയിൽ നടത്തുക. 10 കൊല്ലം നമ്മുടെ പിണറായി ഭരിച്ചിട്ട് ഇവിടെയുള്ള മനുഷ്യന്മാർ തമ്മിലുള്ള ഹൃദയം വേർപെടുത്തി എന്നല്ലാതെ വേറൊരു മെച്ചപ്പെടുന്നത് ആർക്കും വലിയ നയങ്ങളാണ് നടപ്പിലാക്കുന്നത്. പലരും വീട്ടിൽ പോയി പറയുകയാണ്. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് വാട്സപ്പ് മെസ്സേജുകൾ അതുപോലുള്ള കാര്യങ്ങളുണ്ടല്ലോ, സന്ദേശങ്ങൾ അയക്കുകയാണ്. വളരെ പാവപ്പെട്ടവരുണ്ട് ഒരുപാട് ആളുകൾ. ആ പാവപ്പെട്ടവര് പലതും തെറ്റിദ്ധരിക്കപ്പെടും. SIR വന്നത് നമ്മൾ 500-ന്റെ 1000-ന്റെ നോട്ട് അന്ന് മരവിച്ച് അതേപോലെ നമ്മളൊക്കെ വോട്ടർ പട്ടികയിൽ തള്ളി. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോടുകൂടി നമ്മൾ കുഞ്ഞു വോട്ടില്ല, വോട്ടവകാശമില്ല. ഇവരെല്ലാം ഇവിടുന്ന് പറഞ്ഞേക്കാൻ വേണ്ടി കേരള ഗവൺമെന്റ് SIR നടപ്പാക്കുകയാണ് എന്ന് പറഞ്ഞതാണ്. ഇതൊരിടത്ത് പറഞ്ഞതല്ല, പലയിടത്തായി പ്രചരിപ്പിച്ചിട്ടുണ്ട്, പല സ്ഥലത്തായി പ്രചരിപ്പിച്ചിട്ടുണ്ട്, ബോധപൂർവം ചെയ്തതാണ്. അങ്ങനെ പറഞ്ഞപ്പോ അത് വിശ്വസിച്ച കുറെ ആളുകളുണ്ട്. പിന്നെ LDF പ്രവർത്തകർ ചെന്ന് പറയുമ്പോഴാണ്, പിന്നെ ചെന്നപ്പോൾ ചിലർ തുറന്ന് പറയുമല്ലോ, അപ്പോഴാണ് ഇങ്ങനൊരു പ്രചരണം ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുന്നത്. പിന്നെ ചിലർ തുറന്ന് പറയുന്ന നിലയുണ്ടായി. ഒരു മഞ്ചേരിയിലൊരു സംഭവം ഉണ്ടായി, അതിൻ്റെ ഭാഗമായിട്ടൊക്കെ കാര്യങ്ങൾ പുറത്തു വന്നു. അങ്ങനെയെല്ലാം പുറത്തു വരുന്നതിനാണ്. അപ്പോൾ എത്രമാത്രം തെറ്റായ രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതാണ് കാണുന്നത്. ഇടതുപക്ഷത്തിനെതിരെ ഒരു വിരോധം സൃഷ്ടിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരം പ്രചരണങ്ങൾ നടന്നത്. പക്ഷെ അതൊന്നും അങ്ങനെ യേശുന്ന കാര്യമല്ല. ന്യൂനപക്ഷങ്ങൾക്ക് വലിയ ആശങ്ക ഉയർന്ന ഘട്ടം. പൗരത്വത്തിൻ്റെ മാനദണ്ഡമായിട്ട് മതത്തെ കണക്കാക്കുന്ന നിലവ്, അതിനെ തുടക്കം മുതൽ വിട്ടുവീഴ്ചയില്ലാതെ എതിർത്തത് കേരളമാണ്, കേരള ഗവൺമെൻറ്റാണ്. നിയമപോരാട്ടവും നടത്തി അതിനെതിരായിട്ട്. മാത്രമല്ല വലിയ തോതിലുള്ള പൊതുവായ ഇടപെടലുകൾ നടത്തും കേരളത്തിൽ. എന്നാൽ അതിൻ്റെ തുടർച്ചയായിട്ടാണ് SIR-ന്റെ പ്രശ്നം വന്നത്. SIR-ന്റെ പ്രശ്നം വന്നപ്പോഴും ഈ പറഞ്ഞ വോട്ടവകാശം സംരക്ഷിക്കുക, ആ വോട്ടവകാശം നിഷേധിക്കുന്നതിനെതിരെയുള്ള ശക്തമായ നിലപാടെടുക്കുക, ഇതൊക്കെ കേരളം കൃത്യമായി സ്വീകരിച്ചു പോയിട്ടുണ്ട്. ആ കാര്യത്തിൽ എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. ഇതിനോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്ന നേറ്റിവിറ്റി കാർഡ്. കേരളത്തിലെ ഒരു കേരളീയന് കേരളത്തിൻ്റെ സന്തതിയാണ് എന്ന് തെളിയിക്കാനുള്ള ആധികാരിക രേഖയാണ് ഈ നേറ്റിവിറ്റി കാർഡ്. ഏതൊരു ഏജൻസിയുടെ മുന്നിലും പൗരത്വം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ കേരളത്തിൻ്റെ സന്തതികൾക്ക് ഇതാ ആധികാരിക രേഖ, ഞാൻ കേരളത്തിൻ്റെ സന്തതിയാണ് എന്ന് കാണിക്കാൻ കഴിയും. അത് സംസ്ഥാന ഗവൺമെൻറ് അധികാരത്തിൽപ്പെട്ടതാണ്. ആ അധികാരം ഉപയോഗിച്ച് അത്തരമൊരു കാർഡ് ഇറക്കുന്നതിൻ്റെ ഉദ്ദേശം പ്രധാനമായി ഇത് തന്നെയാണ്. ആരിലും ആശങ്കയുണ്ടാകരുത്. പൗരത്വത്തെ സംബന്ധിച്ചുള്ള ആശങ്കകൾ പലരിലായിട്ട് ഉയരുന്നുണ്ട്. അത് അവസാനിപ്പിക്കുന്നതിനാണ്. അത്ര കണ്ട് ഇടപെടാൻ തയ്യാറാകുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ LDF ഗവൺമെൻറ്. മുന്നണിയാണ് LDF.